ഞാനിങ്ങനെ ആലോചിക്കുന്നത് നെഗറ്റീവ് വാർത്തകൾ എത്ര പെട്ടെന്നല്ല വൈറലാവുന്നത്. നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എത്ര ആൾക്കാരാണ്. ഈ പോസിറ്റീവ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ ആകെ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടായെങ്കിലായി. ബിക്കോസ് എല്ലാ ആൾക്കാർക്കും മറ്റുള്ള ആൾക്കാരുടെ പേഴ്സണൽ ഇഷ്യൂസ്, പേഴ്സണൽ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും എന്ത് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾ ഒരാളുടെ പേഴ്സണൽ ട്രോമ അല്ലെങ്കിൽ പേഴ്സണൽ ഇഷ്യൂസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊരു വീഡിയോ ആക്കി മാറ്റുമ്പോൾ അത് നിങ്ങളുടെ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം, കാണുന്ന ആൾക്കാർക്കും എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം. പക്ഷേ അത് ആ ഒരു വ്യക്തിനെ സംബന്ധിച്ച് അത് അവരുടെ ഒരു മെൻ്റൽ ട്രോമയാണ്. വേറൊരാളുടെ ഫീലിങ്സ്, പെയിൻ വെച്ചിട്ട് നമ്മൾ വൈറലാക്കിയിട്ട് ഒരു വീഡിയോ, ഒരു വിഷയത്തിനെ പറ്റി വൈറലാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? അപ്പോൾ ബിഫോർ യു ഷെയർ എ കോൺട്രവേഴ്ഷ്യൽ വീഡിയോസ് ഓർ എനി നെഗറ്റീവ് വീഡിയോസ്, ജസ്റ്റ് പോസ് ആൻഡ് ആസ്ക് യുവർ സെൽഫ്, ഈ വീഡിയോ ഇതൊരു കണ്ടന്റ് ബേസ്ഡ് ആണ്, ഇതുകൊണ്ട് എനിക്ക് എന്ത് ലഭിക്കുന്നു? ഞാൻ പെർഫെക്റ്റ് ആണോ? ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാം തികഞ്ഞ ഒരാൾക്ക് വേണമെങ്കിൽ വേറെ ആൾക്കാരെ കുറ്റം പറയും, അല്ലേ? അപ്പം നിങ്ങൾ ആ ഒരു പോയിന്റ്, അങ്ങോട്ട് പോയിന്റ് ചെയ്യുന്ന ആ ഒരു ഫിംഗർ ഇങ്ങോട്ട് പോയിന്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിനോട് ആൻസർ കിട്ടും. അപ്പോൾ മാക്സിമം നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് ഇപ്പോൾ വേണ്ടത് നെഗറ്റിവിറ്റി അല്ല, അത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ പോസിറ്റിവിറ്റി, അതായത് മനുഷ്യത്വം, ഹ്യൂമാനിറ്റി ആണ് നമുക്ക് ഇപ്പം ഇല്ലാത്തത്. അപ്പം എല്ലാ ആൾക്കാരും നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക, നല്ല കാര്യങ്ങൾ പറയുക, അല്ലാണ്ട് വേറെ ആൾക്കാർ പേഴ്സണൽ ഇഷ്യൂസ് കൂടുതൽ ഡിസ്കസ് ചെയ്യാണ്ട് സോഷ്യലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഗേൾസ്, നിങ്ങൾക്കിപ്പോൾ കാണുന്നതെല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നാം, ട്രൂ ലവ് ആയിട്ട് തോന്നാം. പക്ഷെ നിങ്ങളുടെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് എപ്പോഴാണോ അവസാനിക്കുന്നത് അപ്പോഴായിരിക്കും നിങ്ങളുടെ റിയൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെമ്പററി സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലെ മൊത്തം പെർമനൻറ്റ് സമാധാനം നിങ്ങൾ ഇല്ലാണ്ടാക്കാണ്ടിരിക്കുക. സോ തിങ്ക് വൈസ്ലി, ടേക്ക് ഡിസിഷൻ വൈസ്ലി.